നല്ല കളർഫുൾ കോമ്പിനേഷനിൽ വരുന്ന പ്യോർ വിസ്കസ് ജോർജറ്റിലുള്ള കളക്ഷൻസ് ആണ്. എല്ലാം നല്ല കളർഫുൾ ഷെയ്ഡ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും കളർഫുൾ ആണ്, അതിനേക്കാളും കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു പിങ്ക് കളർ ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്, മസ്റ്റർഡ് യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഒരു ഡാർക്ക് ആപ്പിൾ ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ടോക്യൂസ് ബ്ലൂ ഉണ്ട്. ഇതിൽ ഫുള്ളും ഇതുണ്ടോ ഈ ഒരേ സ്റ്റൈലിൽ തന്നെ സെൽഫ്. ഇതിൽ ടോപ്പിൽ ബഡിക്ക് വരുന്നില്ല, ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ്. സെൽഫ് കളറിൽ തന്നെ ഹെവി എംബ്രോയിഡറി പാറ്റേൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുക. ദുപ്പട്ടയിൽ എന്നിട്ട് ബാറ്റിക് പ്രിന്റ്സ് ആണ് വരുന്നത്. മെയിൻ ഹൈലൈറ്റിന്റെ കളേഴ്സ് ആണ്, നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 4 ഷെയ്ഡ്സ്. അപ്പോൾ 4 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഈ പ്യുവർ ജോർജറ്റ് എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 4 ഷെയ്ഡ്സ് അടിപൊളിയാണ് കാണാനായിട്ട്. ഡീറ്റെയിൽസ് നോക്കാം. എല്ലാം നല്ല കളർഫുൾ ഷെയ്ഡ്സ് ആണ്. ചില കളേഴ്സ് പേസ്റ്റലായിട്ടാണ് വീഡിയോയിൽ വരും. ഈ കളർ പേസ്റ്റലാണ്, അത്രയും പേസ്റ്റൽ അല്ല, ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ലൊരു പിങ്ക്, പീച്ച് പിങ്ക് കളർ. ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഇതിൻ്റെ ടോപ്പ് കൊടുത്തേക്കുന്നുണ്ടല്ലേ. ഫുൾ ഓൾ ഓവർ ഹെവി എംബ്രോയിഡറി വർക്ക്സ് കൊടുത്തേക്കുന്നത്. ഫുൾ ഇങ്ങനെ ഹെവി വർക്ക്, അതിനെ ചുറ്റിയുള്ള ഒരു ക്രീപ്പോ പാറ്റേണിലാണ് അതിൻ്റെ സ്റ്റെമും ലീവ്സും ഒക്കെ പോയിരിക്കുന്നത്. ദുപ്പട്ട സെയിം കളർ, അതിൽ ഫുള്ളും ബൊട്ടീക്ക് പ്രിന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരേ കളറിൽ തന്നെയാണ് വരുന്നത്. ഇതുണ്ടോ, അതായത് ദുപ്പട്ട നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മിസ് മാച്ച് തോന്നിയേക്കാം. ടോപ്പ് ദുപ്പട്ട എല്ലാം ഒരേ കളറാണ്. പിന്നെ ടോപ്പിൽ ഫുള്ളും ബട്ടീക്സ് ഇല്ല, ഫുൾ എംബ്രോയിഡറി വർക്ക്സും. ദുപ്പട്ടയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. ബോട്ടം പ്യുവർ ഷാൻഡോൺ, ഫുള്ളി ബാട്ടിക് പ്രിന്റ്സ് ആണ് കൊടുത്തേക്കുക. ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ടോപ്പ് ഫുള്ളും വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുപ്പട്ടയിൽ വരുമ്പം ദുപ്പട്ടയിൽ എംബ്രോയിഡറീസ് ഇല്ല, ഫുൾ ബാട്ടിക് പ്രിന്റ്സ് ആണ്. അപ്പം ചെറിയൊരു ലൈറ്റ് ആയിട്ട്, എന്നാലും നമ്മൾ മുന്നേ കണ്ട പിങ്ക് എല്ലാം തന്നെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണാം. അത്രയും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നില്ല, ഒരു ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അതായത് ദുപ്പട്ടയിൽ ബട്ടിക് പ്രിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ, ടോപ്പിൽ ഹെവി എംബ്രോയിഡറി, ആ ഒരു വേരിയേഷൻ്റെ ലുക്കേ വരുന്നുള്ളൂ. അതായത് ഹെവി കോൺട്രാസ്റ്റ് സ്റ്റൈലൊന്നുമല്ല ടോപ്പും ദുപ്പട്ടയും ബോട്ടം ഒന്നും വരുന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡിന്റെ ലുക്ക് വന്നേക്കുക. ബോട്ടം പ്യുവർ ഷാൻഡോൺ ബോട്ടം, ഫുൾ ബാട്ടിക് പ്രിന്റ്സ് കൊടുത്തേക്കുന്നു. 1540 പ്രൈസ്. സോ അടുത്തത് ഗ്രീൻ ആണ്. വീഡിയോയിൽ കാണുന്നത് അത്രയും ഡാർക്കിൽ ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഗ്രീൻ ആണ്. അതായത് ആപ്പിൾ ഗ്രീൻ പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഇതുണ്ട്. അതുപോലെ ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് ടോപ്പിൽ വന്നേക്കുക. പ്യുവർ വിസ്കസ് ജോർജറ്റ് ആണ്, ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ട് വരും, ഫ്രണ്ടിലാണ് ഫുൾ എംബ്രോയിഡറി വരിക. ദുപ്പട്ട കോൺട്രാസ്റ്റ് അല്ല, അതായത് ലൈറ്റ് ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് സ്റ്റൈലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രാസ്റ്റ് അല്ല. അത് ദുപ്പട്ടയിൽ നമുക്ക് ബാട്ടിക് പ്രിന്റ്സ് വന്നേക്കുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് ഫീലാണ് വരുന്നത്. 2 ഗ്രീനും, ഒന്ന് ആപ്പിൾ ഗ്രീനും, ഒന്ന് പിസ്തായുടെ ഒരു കോമ്പിനേഷനിലുമായിട്ടാണ് വരിക. അതാണ് ലുക്ക്. ഇത് ടോക്യൂസ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ ടോപ്പും ദുപ്പട്ടയെല്ലാം പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. നമ്മൾ മുന്നേ കണ്ട സെക്കൻഡ് ലാസ്റ്റ് കണ്ട ഗ്രീനിൽ ചെറിയൊരു കോൺട്രാസ്റ്റ് ടോണിലാണ് വരിക. ബാക്കി എല്ലാത്തിലും ഒരുപാട് വേരിയേഷൻ ഇല്ല, ചെറിയൊരു ലൈറ്റ് ഡാർക്ക്. ഇത് എക്സാക്ട് കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഇത്രയും ഷെയ്ഡ്സ്, 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. 1540 പ്രൈസ്. താങ്ക് യു.